വരുന്നുണ്ടെന്ന് അറിഞ്ഞു ബഹു ജനമവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടുപോയി. ഹോശാന 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 ഹോശാന. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് യേശുവിൻ്റെ 3 ഭാവങ്ങൾ കാണാൻ സാധിക്കും. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന വികാരങ്ങൾ യേശുവിന് ഉണ്ടായിരുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. യേശു സന്തോഷിക്കുകയും കരയുകയും കോപിക്കുകയും ചെയ്യുന്നതായി ഈ വേദഭാഗം കാണാം. സ്വാഭാവികമായി സംഘടിക്കപ്പെട്ട യെരുശലേമിലേക്കുള്ള യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലാണ് വ്യത്യസ്തങ്ങളായ ഈ ഭാവങ്ങൾ യേശുവിൽ ഉളവാക്കുന്നത്. യാത്രയുടെ തുടക്കത്തിൽ ജനങ്ങളോടൊപ്പം അവരുടെ സന്തോഷം പങ്കുചെയ്യുന്ന യേശു. ജനങ്ങൾ ഒന്നിലധികം അവസരങ്ങളിൽ യേശുവിനെ നിർബന്ധിച്ച് രാജാക്കാരുവാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ എല്ലാം അവരെ നിരുത്സാഹപ്പെടുത്തി വഴുതി മാറിയ യേശു ഇപ്പോൾ ഇതാ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ കഴുതപ്പുറത്ത് യേശുവിനെ പോലേക്ക് വരുന്നു. യേശുവിനെ അവർ ആർപ്പുവിളികളോട് സന്തോഷത്തോടും വരവേൽക്കുന്നു. തങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാത്തിരുന്ന മശിഹായാണ് യേശു എന്നവർ വിശ്വസിച്ചു. യേശു തങ്ങളുടെ രാജാവായി റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പ്രതീക്ഷയും സന്തോഷവും ആയിരുന്ന ജനങ്ങൾക്ക് ഉള്ളത്. യേശുവും അവരുടെ സന്തോഷത്തിലും ആഘോഷത്തിലും പങ്കുചേരുന്നു. രാഷ്ട്രീയമായും മതപരമായും നിലനിന്നിരുന്ന അനീതിയും ചൂഷണവും കഴുകിക്കളഞ്ഞ് ഒരു മാറ്റത്തിന് യേശു തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷയാണ് ലീലയിൽ നിന്ന് വന്ന തീർത്ഥാടകരെ യേശുവിനോടൊപ്പം നിർത്തിയത്. ഈ പ്രതീക്ഷ യേശു അപ്പോടെ തള്ളിക്കളഞ്ഞില്ലോ. അവർ ആഗ്രഹിച്ചതുപോലെ ഈ ആഘോഷ യാത്രയിൽ യേശു പങ്കെടുക്കുന്നു. ഓശന്നായുടെ സന്തോഷകരമായ പദയാത്രയുടെ അന്ത്യം കുരിശ് ആണെന്ന് ബോധ്യം ഉണ്ടായിട്ട് യേശുവിനെ എങ്ങനെ ജനങ്ങളുടെ സന്തോഷവും വിക്കിക്കുവാൻ സാധിച്ചു എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്നതാണ്. എൻ്റെ സമയമായി എന്ന് തിരിച്ചറിവ് ആണ് യേശുവിനെ ഒരു പരസ്യമായ ആഘോഷത്തോട് കൂടിയുള്ള യെരുശലേം പ്രവചനം ജനങ്ങൾക്ക് മനസ്സിലാക്കി വിധത്തിലുള്ള രാജത്വമോ പ്രവർത്തനമോ അല്ല, മറിച്ച് കുരിശിൽ ജീവനെ പെറുക്കുന്നതാണ് തൻ്റെ രാജത്വം എന്ന് തെളിയിക്കുന്നതിനുള്ള സമയമായി എന്ന് ബോധ്യം. രണ്ടാമതായി സന്തോഷകരമായ ഒരു പദയാത്ര യെരുശലേം നഗരത്തെ സംബന്ധിച്ചപ്പോൾ യേശു ദുഃഖിക്കുന്നു. വാസ്തവത്തിൽ യേശു യെരുശലേമിലേക്ക് നോക്കി കരയുന്നു. യെരുശലേമിന് സംഭവിക്കുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് വിലപിക്കുന്നു. ഈ പ്രവചനം AD 70 സംഭവിച്ച യെരുശലേം നഗരമെന്ന് പൂർവ്വസ്ഥിതിയിൽ ആയിട്ടില്ല എന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ ചരിത്രമാണ്. പദയാത്ര അടുത്തതായി എത്തുന്നത് യെരുശലേം ദേവാലയത്തിലാണ്. ഇവിടെ യേശുവിൻ്റെ ഭാവം കോപമാണ്. ദേവാലയത്തിൽ യുഗങ്ങൾക്ക് ആവശ്യമായി മൃഗങ്ങളെയും പക്ഷികളെയും വിൽക്കുകയും നീതി കൊടുക്കുന്നതിനും ആവശ്യമായ നാണയങ്ങൾ മറ്റു നൽകുകയും ചെയ്തിരുന്ന പതിവ് യെരുശലേം ദേവാലയത്തിൽ നിലനിന്നിരുന്നു. ഈ വ്യാപാരങ്ങൾ നടത്തിയിരുന്നത് വിജാതീയരുടെ അംഗങ്ങളത്തിലായിരുന്നു. ദൈവ ഭയവനത്തിൽ ചീരാത്ത രീതിയിലുള്ള അന്യായങ്ങളും വഞ്ചനകളും ഈ
വ്യാപനത്തിൽ നടന്നു വരുന്ന ഈ അന്യായത്തിൻ്റെ കവച്ചട മനസ്ഥിതിയിലും യേശു എതിർക്കുന്നത് യഹൂദ നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത പതിവുകൾ, ആചാരങ്ങൾ ദേവാലയത്തെ കള്ളന്മാരുടെ കുറുകയാക്കി തീർക്കുന്നു. മാത്രമല്ല, ഈ കച്ചവടങ്ങൾ വിജാതിയരുടെ അംഗകളത്തിൽ നടന്നിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിൽ കാണുന്ന ഓരോ കാര്യങ്ങളും വാസ്തവത്തിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിരുന്നു ആരാധനിക്കുവാനും പ്രാർത്ഥിക്കുവാനോ സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആളുകളുടെ കരച്ചിലും വിലപേശലുകളും കൊണ്ട് വിജാതിയരുടെ അംഗം ശബ്ദമുഖരിതമായിരുന്നു. യഹൂദ മതനേതൃത്വത്തിൻ്റെ ഈ ക്രമീകരണം വിജാതിയരുടെ ആരാധനയ്ക്കുള്ള അവകാശവും അവസരവും നിഷേധിക്കക്കൂടെയായിരുന്നു. യേശു ഇവിടെ വിജാതിയരുടെ അങ്കണം ആണ് വിശദീകരിക്കുന്നത്. അതിലൂടെ അവരുടെ അവകാശവും അവസരവും പുനഃസ്ഥാപിക്കുന്നു. അനീതിയോടുള്ള പോരാട്ടവും അവകാശം നിഷേധിക്കപ്പെട്ടവരുള്ള യേശുവിൻ്റെ പക്ഷം ചേരലും ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. ഇത് തന്നെയാണ് ഓശന്നായുടെ സന്ദേശം.